ഗോസ് മാപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ എക്സാമ്പിളുമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ഗോസ് മാപ്പ് എന്താ അറിയോ? നമ്മൾ ഏതൊരു ഓറിയൻറ്റഡ് എൻ സർഫസ് എടുക്കുകയാണെങ്കിലും അവിടെ ഒരു സ്മൂത്ത് മാപ്പ് ഉണ്ടാവും എസ് എന്നിലേക്ക്. ഏതൊരു ഓറിയൻറ്റഡ് എൻ സർഫസ് എടുക്കുകയാണെങ്കിലും അവിടെ എൻ എന്ന് പറയുന്ന ഒരു സ്മൂത്ത് മാപ്പ് ഉണ്ടാവും എസ് എന്നിലേക്ക്. ഇതിനെയാണ് നമ്മൾ ഗോസ് മാപ്പ് എന്ന് പറയാം. അപ്പോൾ ആദ്യം എന്താണ് ഓറിയൻറ്റഡ് എൻ സർഫസ് എന്ന് അറിയണം അല്ലേ? ഓറിയൻറ്റഡ് എൻ സർഫസ് എന്ന് പറയുന്നത് ഒരു എൻ സർഫസ് ആണ്. അതിൻ്റെ കൂടെ സ്മൂത്തും യൂണിറ്റും നോർമലും ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് എൻ എസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഓറിയൻറ്റഡ് എൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു എൻ സർഫസ് ആണ്. അതിൻ്റെ കൂടെ സ്മൂത്തും യൂണിറ്റും നോർമലും ആയിട്ടുള്ള ഒരു വെക്റ്റർ ഫീൽഡ് എൻ എസ്സിലുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഓറിയൻറ്റഡ് എൻ സർഫസ് എന്ന് വിളിക്കും. ഇനി എന്താണ് അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുമോ? അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എസ് എന്ന് Rn+1 എൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എസ് എന്ന് Rn+1 അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് പിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് Pn. അപ്പോൾ ഇതിൽ പി എവിടെ ഉണ്ടാവുക? എസ്സിലാണ് ഉണ്ടാവുക. എൻ ഓഫ് പി എവിടെയാണ് ഉണ്ടാവുക? എൻ ഓഫ് പി എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നത്? Rn+1 അപ്പോൾ ഇത് എസ്സിലുള്ള എലമെൻറ്റും ഇത് Rn+1 എലമെൻറ്റും. അങ്ങനെയാണ് നമ്മൾ എൻ ഓഫ് പിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അസോസിയേറ്റഡ് ഫംഗ്ഷൻ എന്നെ നമ്മൾ എസ് എന്ന് Rn+1 ഡിഫൈൻ ചെയ്തു. സച്ച് ദാറ്റ് എൻ ഓഫ് പി ഈക്വൽ ടു Pn ഓഫ് പി. ഇതിൽ നോം എൻ ഓഫ് പിൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നറിയോ? ഈ എസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സ്ഫിയറിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗോസ് മാപ്പ് എന്താണെന്ന് പറയാം. ഗോസ് മാപ്പ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് മാപ്പ് എൻ ആണ്. അത് എസ് എന്നിലേക്കുള്ള മാപ്പാണ്. ഏതൊരു ഓറിയൻറ്റഡ് എൻ സർഫസ് എടുത്ത് കഴിയുകയാണെങ്കിലും അവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു സ്മൂത്ത് മാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് ഗോസ് മാപ്പിന്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ വേണം. ഞാനിവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേത് എഴുതി വെച്ചാലും മതി. നമ്മൾ ഒരു ഓറിയൻറ്റഡ് എൻ പ്ലെയിൻ എടുക്കുക. ഓറിയൻറ്റഡ് എൻ പ്ലെയിൻ Rn+1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ഫെറിക്കൽ ഇമേജ് എന്ന് പറയുന്നത് ഗോസ് മാപ്പിൻ്റെ ഇമേജ്. അതിൻ്റെ സ്ഫെറിക്കൽ ഇമേജ് ഒരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കും ഇൻ എസ് എൻ. ഒരു ഓറിയൻറ്റഡ് എൻ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ Rn+1 ഓറിയൻറ്റഡ് എൻ പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ അത് എസ് എന്നിലെ ഒരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കും. അതേപോലെ Rn+1 ഒരു സ്ഫിയർ എടുക്കുകയാണെങ്കിൽ അത് എസ് എന്നിന് മുഴുവനായിട്ട് വോൾ ഓഫ് എസ് എൻ ആയിരിക്കും അതിൻ്റെ സ്ഫെറിക്കൽ ഇമേജ് വരിക. ഇനി നമ്മൾ x1 + x2 = 1 എന്ന് പറയുന്ന ഒരു ലൈന് നമ്മൾ R² എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ഫെറിക്കൽ ഇമേജ് നമുക്ക് കിട്ടുക 1/√2 ആയിരിക്കും.